എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് കേട്ടറ്റിൻ്റെ മലയാളം കാറ്റഗറി 1ൻ്റെ മലയാളത്തിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സാമിന് ഉണ്ടാവുന്ന ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ബോധന രീതികൾ ഇത് ഇത്ര സിമ്പിളായിട്ടാണ് ഞാൻ പറയണേ. അപ്പോൾ ബോധന രീതികൾ. വിലയിരുത്തൽ. പഠനം എന്നത് കുട്ടികളിൽ സ്വാഭാവികമായും നിരന്തരമായും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പഠനം കാര്യക്ഷമമാകണമെങ്കിൽ അനുഭവങ്ങൾ ഉദ്ദേശാധിഷ്ഠിതവും പഠന നേട്ടങ്ങളെ കേന്ദ്രീകരിച്ചുമാകണം. കുട്ടി നേടേണ്ട ശേഷികളെയും ധാരണകളെയും സംബന്ധിച്ചു അധ്യാപകന് വ്യക്തമായ അവബോധം ഉണ്ടാകണം. ഒരു പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയയെ പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയാം. അസസ്മെൻ്റ് ഓഫ് ലേണിംഗ്. അപ്പോൾ ഒരു പാഠഭാഗത്തിൻ്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ പഠിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയയെ പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയാം. അപ്പോൾ ഈ വിലയിരുത്തൽ തന്നെ പഠനം എന്ന് ഉദ്ദേശിക്കുന്നത് പാഠഭാഗങ്ങളുടെ പഠനത്തിന് ശേഷമുള്ള പഠിതാവിൻ്റെ മികവ്, പഠന നിലവാരം എന്നിവയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഇനി അടുത്തത് പഠനത്തോടൊപ്പമുള്ള അധ്യാപകൻ്റെയോ സഹപാഠികളുടെയോ വിലയിരുത്തലും ഫീഡ്ബാക്ക് നൽകലും പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയാം. പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. അപ്പോൾ പഠനത്തോടൊപ്പമുള്ള അധ്യാപകൻ്റെയോ സഹപാഠികളുടെയോ വിലയിരുത്തലും ഫീഡ്ബാക്ക് നൽകലുമാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇതും പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കേണ്ടതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമാണ്. ഇനി വിലയിരുത്തൽ തന്നെ പഠനം എന്താണെന്ന് നോക്കും. അസസ്മെൻ്റ് ആസ് ലേണിംഗ്. പഠനത്തിലൂടെ നേടിയ ആശയങ്ങളെയും ധാരണകളെയും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു തിരുത്തൽ പ്രക്രിയയുമുണ്ട്. ഇതിനെ സ്വയം വിലയിരുത്തലായി കരുതാം. ഇപ്രകാരം സ്വയം നിർവഹിക്കുന്ന വിലയിരുത്തലിലൂടെയും പഠനം സാധ്യമാകുന്നതിനെ വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയാം. ഇനി യൂണിറ്റ് തല വിലയിരുത്തൽ. ഒരു യൂണിറ്റിൽ വിവിധ പഠന നേട്ടങ്ങൾക്കുള്ള പ്രവർത്തനങ്ങൾ പരസ്പര ബന്ധത്തോടെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഒരു യൂണിറ്റിലെ പഠിതാവിൻ്റെ പഠനത്തെ വിലയിരുത്തുന്നതിലൂടെ സമഗ്രതാ ബോധത്തെയാണ് വിലയിരുത്തുന്നത്. നിശ്ചിത യൂണിറ്റിലെ പഠന നേട്ടങ്ങളുടെ കാര്യത്തിൽ കുട്ടി എവിടെ നിൽക്കുന്നു എന്ന് തിരിച്ചറിയാൻ സഹായകമായ റേറ്റിംഗ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ് തുടങ്ങിയവയും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ കേരളത്തിലുള്ള ത്രിഭാഷാ പദ്ധതിയിൽ അംഗീകരിച്ചിരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? 3 ഭാഷകളുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇനി അടുത്തത് നമ്മുടെ ഈ ഭാഷകളിൽ 1ാം സ്ഥാനം നൽകിയിരിക്കുന്ന ഭാഷ ഏതാണ്? മലയാളമാണ് 1ാം സ്ഥാനം നൽകിയിരിക്കുന്ന ഭാഷ. പിന്നീടുള്ളത് ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നുള്ള. പിന്നെ ഹിന്ദി ദേശീയ ഭാഷ ആയതിനാൽ അത് 3ാം ഭാഷയായിട്ട് ഹിന്ദിയും പഠിപ്പിക്കുന്നു. ഒരു കുട്ടി ആദ്യം സ്വായത്തമാക്കുന്ന ഭാഷ ഏതാണ്? മാതൃഭാഷ. ഇനി മലയാളം എന്നുള്ളതിൻ്റെ മല പ്ലസ് ആളം, അപ്പോൾ അവിടെ യാ വരുന്നുണ്ട്. അപ്പോൾ അതൊരു ആഗമ സന്ധിയാണ്. അപ്പോൾ മലയാളം എന്നുള്ള വേർഡ്സിൽ ആഗമ സന്ധിയാണ് വരുന്നത്. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആര്? സ്കിന്നർ. എല്ലാ ഭാഷാ പഠനങ്ങളും നടക്കുന്നത് പ്രേരണ പ്രതികരണ ബന്ധം വഴിയാണെന്ന് പറഞ്ഞത് ഏത് സിദ്ധാന്തം വഴിയാണ്? ചേഷ്ടാവാദം. ഭാഷയ്ക്ക് ഘടനാപരമായ സവിശേഷതകൾ ഉണ്ടെന്ന് പറഞ്ഞത്? ഘടനാവാദം. ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റിന് തുല്യമാണെന്ന് പറഞ്ഞത്? ജോൺ ലോക്ക്. ജനിക്കുമ്പോൾ കുട്ടികൾ ഒഴിഞ്ഞ സ്ലേറ്റിന് തുല്യമാണെന്ന് പറഞ്ഞത്? ജോൺ ലോക്ക്. ഇനി സർവഭാഷാ വ്യാകരണം ആരുടെ ആശയമാണ്? ഈ വ്യാകരണം എന്ന് പറയുമ്പോൾ
ശ്രദ്ധിക്കുക. അത് നോം ചോംസ്കി ആയിരിക്കും. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ അവതാരകൻ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വക്താവ് ആരാണ്? മാക്സ് വെർത്തിമർ. ഇനി ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെ ആണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കുന്നത്. ഇങ്ങനെ പറഞ്ഞത് സ്കിന്നർ. വ്യവഹാരവാദത്തിലാണ് സ്കിന്നർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിക്കുന്നതെന്ന് പറഞ്ഞത്. തൻ്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കലിലൂടെയും മാതൃകയാക്കലിലൂടെയുമാണ് കുട്ടികൾ ആശയങ്ങൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? ആൽബർട്ട് ബന്ദൂരയാണ്. സാമൂഹ്യ പഠന സിദ്ധാന്തത്തിലൂടെ. ഈ നിരീക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആലോചിക്കുക, അത് ബന്ദൂരായിരിക്കും. വ്യാകരണം എന്ന് പറഞ്ഞാൽ നോം ചോംസ്കി. ഇനി സമീപസ്ഥ വികസന മണ്ഡലം ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഓരോ പഠിതാവിനും നിലവിലുള്ള കഴിവുപയോഗിച്ച് സ്വപ്രയത്നത്താൽ എത്താവുന്ന ഒരു നിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്തിച്ചേരാവുന്ന ഒരു ഉയർന്ന നിലയുമുണ്ട്. ഈ രണ്ട് നിലകൾക്കും ഇടയിലുള്ള മണ്ഡലമാണ് സമീപസ്ഥ വികസന മണ്ഡലം. എന്താ? സ്വയം എത്താവുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്താൽ എത്താവുന്ന നിലയ്ക്കും ഇടയിലുള്ള ഭാഗമാണ് സമീപസ്ഥ വികസന മണ്ഡലം. കൈത്താങ്ങ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന, തനിയെ നിന്ന് പ്രവർത്തിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നൽകുന്ന സഹായമാണ് കൈത്താങ്ങ്. സഹവർത്തിത പഠനം. അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവ് പങ്കുവയ്ക്കുന്നതാണ് സഹവർത്തിത പഠനം. കുട്ടികളെയും പഠനത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അധ്യാപകൻ. ഇനി സഹകരണാത്മക പഠനം. കുട്ടികൾ ചെറിയ ഗ്രൂപ്പുകളായി പഠനത്തിലേർപ്പെടുന്ന പ്രക്രിയയാണ് സഹകരണാത്മക പഠനം. കുട്ടികൾ എന്ത് ചെയ്യും? ചെറിയ ഗ്രൂപ്പുകളായിട്ട് പഠനത്തിലേർപ്പെടുന്ന പ്രക്രിയയാണ് സഹകരണാത്മക പഠനം. ഇതിൽ മറ്റുള്ളവരെ കൂടി ശ്രദ്ധിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു പഠന രീതിയാണിത്. ഇനി അടുത്തത് ബഹുമുഖ ബുദ്ധി. ബഹുമുഖ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതന്നെ അറിയാം, ഹോവാർഡ് ഗാർഡനറാണ് ബഹുമുഖ ബുദ്ധിയുടെ ആശയം കൊണ്ടുവന്നത്. ഇനി ബഹുമുഖ ബുദ്ധി പലതരത്തിലുണ്ട്, അപ്പോൾ നോക്കാം. ഭാഷാപരമായ ബുദ്ധി, യുക്തിപരവും ഗണിതപരവുമായ ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി, സംഗീതപരമായ ബുദ്ധി, വ്യക്ത്യാന്തര ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, അസ്തിത്വപരമായ ബുദ്ധി. ഈ ബഹുമുഖമായ ബുദ്ധിയുടെ വികാസത്തിന് ഭാഷാ പഠനം സഹായിക്കുന്നു. ഇനി ഭാഷാധ്യാപനത്തിൻ്റെ ശരിയായ ക്രമം. ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ഇനി പണ്ടത്തെ ഭാഷാരൂപം എങ്ങനെ? യഥാർത്ഥ ഭാഷാരൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ വായ്മൊഴിയാണ്.